ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് എൻ്റെ അമ്മയുടെ നാടായ തേനൂർ എന്ന സ്ഥലത്താണ്. പാലക്കാട് ജില്ലയിലാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ ഇവിടെ എത്തി. അപ്പോൾ ഇന്ന് രാവിലെ തറവാട്ട് അമ്പലത്തിലൊന്ന് പോയി വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് തിരിച്ച് അമ്മമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതുവരെ വണ്ടി പോവുള്ളൂ. തൊട്ടപ്പുറത്തായിട്ട് റോഡ് വരുന്നുണ്ട്, അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, വീടിൻ്റെ ഫ്രണ്ട് വരെ വണ്ടി പോകും. ഫ്രണ്ടിൽ നടന്നു പോകുന്ന എൻ്റെ മോളാണ്. പേര് നക്ഷത്ര, വീട്ടിൽ കിങ്ങിണി എന്ന് വിളിക്കും. ഈ കാണുന്ന വരമ്പത്ത് കൂടെയാണ് മുമ്പൊക്കെ അമ്മമ്മയുടെ വീട്ടിലേക്ക് പോയിരുന്നത്. പിന്നീട് വന്ന റോഡാണ് ഈ കാണുന്നത്. ഇപ്പൊ നല്ല വെയിലാണ്. അപ്പോൾ ഈ റോഡ് കഴിയണ വരെ പ്രശ്നമുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ രണ്ട് സൈഡും മരങ്ങളായതുകൊണ്ട് അത്യാവശ്യം തണലുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ്. മിക്ക വീടുകളിലും കാണാം ഇതുപോലെ വേലിയൊക്കെ കെട്ടി അതിൽ കുറേ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച്. നാട്ടിൻപുറം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല തണലാണ്. ഈ കാണുന്ന വഴിയാണ് പുഴയിലേക്ക് പോകുന്ന വഴി. മറ്റൊരു വഴി കൂടി ഉണ്ട്, കുറച്ച് അപ്പുറത്തായിട്ടാണ്. അമ്മമ്മയുടെ വീടിൻ്റെ ബാക്കിൽ തൊടിയാണ്. അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ പുഴ നന്നായിട്ട് കാണാം. മഴക്കാലത്തൊന്നും വെള്ളമൊന്നും കയറില്ല. പ്രളയം സമയത്ത് പോലും അവിടെ വെള്ളം കയറിയിട്ടില്ല. ഈ സ്ഥലം കുറച്ച് ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാ അമ്മമ്മയുടെ വീട് എത്താറായിട്ടുണ്ട്. അങ്ങനെ നടന്ന് ദാ അമ്മമ്മയുടെ വീടെത്തി. കയറി പോകുമ്പോഴേ രണ്ട് സൈഡും ചെടികളാണ്. അമ്മ വൈകിട്ട് പുഴയിലേക്കൊന്ന് പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പുഴയിൽ വെള്ളം അത്യാവശ്യം ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ നല്ല ഒഴുക്കുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ വെള്ളം കുറവായിരുന്നു, പിന്നെ കലങ്ങിയ വെള്ളമായിരുന്നു. വീട്ടിൽ വെള്ളമുള്ളത് കൊണ്ട് പുഴയ്ക്കൊന്നും ആരും പോവലില്ല കുളിക്കാൻ. അപ്പോൾ വൈകുന്നേരം എന്തായാലും പോകുന്നുണ്ടല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞു എന്നാ പുഴയിൽ പോയിട്ട് അലക്കി കുളിക്കാന്ന്. അമ്മയ്ക്ക് പുഴയിൽ പോയിട്ട് അലക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് പണിയും കഴിയും. ഞാൻ വന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അമ്മ കുറച്ച് സംഭാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കുടിച്ച് തൊടിയിലേക്ക് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. തൊടിയിൽ മൊത്തം തെങ്ങും കവുങ്ങും അതിൽ കൂടെയൊക്കെ കുരുമുളകിൻ്റെ വള്ളിയൊക്കെ ഉണ്ട്. പിന്നെന്താ വേറെ കുറച്ച് എന്തൊക്കെയോ ചെടികളുണ്ട്. അപ്പോൾ ഈ തൊടിയിൽ മെയിനായിട്ട് കാണാനുള്ളത് ഒരുപാട് വർഷം പഴക്കം ചെന്ന ഒരു മരം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് പേരാലാണ്. ഇതിൽ പേരാല് മാത്രമല്ല, ഇലഞ്ഞിയുണ്ട്, കാഞ്ഞിരമുണ്ട്. അങ്ങനെ 3 മരങ്ങളും ഇതിൻ്റെ ഇടയിലുണ്ട് കേട്ടോ. നല്ല തണലും അതുപോലെ തണുപ്പും ഉണ്ട്. പേരാലിൻ്റെ കായകൾ ഒരുപാട് നിലത്ത് വീണ് കിടക്കുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ മരങ്ങൾ കാണുന്നില്ല. ഇതൊക്കെ വേരുകൾ താഴോട്ട് ഇറങ്ങിയിട്ട് അങ്ങനെ ഉണ്ടായതാണ്. മുമ്പൊക്കെ ആണെങ്കിൽ അതിൽ പിടിച്ച് ഊഞ്ഞാലാടി കളിക്കാം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആലൊക്കെ കണ്ട് ഇത് നേരെ ചെറിയമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. ചെറിയമ്മയുടെ വീടിൻ്റെ മുമ്പിൽ നല്ല തണലായിട്ട് മൂവാണ്ടമാവും വേപ്പും ഒക്കെ ഉണ്ട്. അതുപോലെ നിറയെ ചെടികളും ഉണ്ട്. ഇതാണ് ചെറിയമ്മയുടെ വീട്. അടുത്തതായി നമുക്ക് ആ ചെറിയ കുടിലൊന്ന് കണ്ടിട്ട് വരാം.
അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒന്നുമല്ല, അടുപ്പാണ്. മഴക്കാലത്ത് ഇവിടെയാണ് ചോറും വെള്ളമൊക്കെ വെക്കൽ. അപ്പോൾ ഈ കാണുന്ന വിറകൊക്കെ ഈ അടുപ്പ് കത്തിക്കുന്ന സമയത്ത് അതിൻ്റെ ചൂടിൽ ഈ എന്താ പച്ച വിറകൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മുകളിൽ വിറക് വെച്ചിരിക്കുന്നത്. വേനൽക്കാലത്ത് പുറത്ത് അടുപ്പിൽ വെക്കും. അപ്പോൾ അമ്മമ്മ അവിടെ ചാണകമൊക്കെ മെഴുകിയിട്ടുണ്ട്. ചാണകത്തിൻ്റെ കൂടെ കരിയൊക്കെ ചേർത്തിട്ടാണ് മെഴുകൽ. അമ്മ അപ്പോഴേക്കും പഴുത്ത മൂവാണ്ട മാങ്ങ കൊണ്ടുവന്നു. കുറച്ച് ദിവസം മുമ്പ് പറിച്ച് പഴുപ്പിക്കാൻ വേണ്ടി വെച്ചതാണ്. അതിൽ ചിലതൊക്കെ കേടുവന്നതാണ്. അമ്മമ്മ അതിൻ്റെ തൊലിയൊക്കെ ചെത്തിയിട്ടാണ് കഴിക്കുന്നത്. ചെറിയമ്മയുടെ വീടിൻ്റെ മുമ്പിലുള്ള മാവെന്ന് പറിച്ചതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് മാമൻ ചിക്കൻ വാങ്ങിച്ചു കൊണ്ടുവന്നു. ചിക്കനൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി കൊടുത്തു. അപ്പോൾ അമ്മ അതിലേക്ക് വറുത്ത മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തു. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പെരിഞ്ജീരകപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് നേരം ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി വെച്ചു. അപ്പോഴേക്കും ചീനച്ചട്ടിയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് അതൊന്ന് പച്ചമണം മാറി വന്നപ്പോൾ അതിലേക്ക് സവാള അരിഞ്ഞതും പെട്ടെന്ന് സവാള വഴന്ന് കിട്ടാൻ വേണ്ടി ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റി ശേഷം അതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്തു. തക്കാളി ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് നമുക്ക് മാറ്റി വെച്ച ചിക്കനും കൂടി ചേർത്ത് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കണം. ചിക്കനിൽ വെള്ളമുള്ളത് കൊണ്ട് ആദ്യം വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. അതൊന്ന് തിളച്ച് പകുതി വേവാവുന്ന സമയത്ത് ഇളം ചൂടുള്ള വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ നല്ലപോലെ ഇളക്കി ചിക്കൻ ഫുള്ള് വേവുന്ന വരെ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തു. ചിക്കൻ വെന്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്നും കൂടി തിളപ്പിച്ച് ലാസ്റ്റ് മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ചിക്കൻ കറി ഇവിടെ റെഡിയായി. അപ്പോൾ രണ്ടാമതൊന്ന് പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യം വന്നില്ല, എല്ലാം കറക്റ്റ് ആയിരുന്നു. അപ്പോൾ അമ്മയുടെ ചിക്കൻ കറി അടിപൊളിയായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കിടന്നുറങ്ങി. വൈകുന്നേരത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഇതപ്പം മുറ്റം അടിച്ചു വാരാണ്. മുറ്റൊക്കെ അടിച്ചു വാരിയിട്ട് വേണം പുഴയിലേക്ക് പോവാൻ. അപ്പോൾ ഇവിടെ മൊത്തം പുഴമണ്ണാണ്. അപ്പോൾ അമ്മമ്മ ഈ ഇടയ്ക്ക് ചാണകം മെഴുകിയതാണ്. ഈ ഇടയ്ക്ക് വേനൽ മഴ പെയ്തപ്പോൾ എല്ലാം പോയതാണ്. അപ്പോൾ വീടിൻ്റെ ബാക്കിൽ കൂടെ ഒരു എളുപ്പ വഴിയുണ്ട് പുഴയിലേക്ക് പോകാൻ. അപ്പോൾ ഞാനും അമ്മയും മോളും കൂടിയിട്ടാണ് പുഴയ്ക്ക് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത്ര വെള്ളം ഉണ്ടായിരുന്നില്ല. ഇപ്പം നല്ല ഒഴുക്കുണ്ട് കേട്ടോ വെള്ളത്തിന്. ചില ഭാഗത്ത് വെള്ളം കുറവും ചില ഭാഗത്ത് വെള്ളം കൂടുതലുമാണ്. അതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പാറകളുണ്ട്. ഒരു 6 മണിക്ക് ശേഷം പാറകളൊന്നും കാണില്ല. അപ്പോൾ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ പണി കിട്ടും. ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് കുളിക്കാൻ വരുന്ന ചേച്ചിമാരുടെയൊക്കെ കയ്യിലൊക്കെ വടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചില ഭാഗത്തൊന്നും പാറകൾ കാണില്ല. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടാണ് വടി കുത്തി നടക്കുന്നതെന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഈ കാണുന്ന ഭാഗത്തൊക്കെ നല്ല ഒഴുക്കാണ്. അപ്പോൾ അമ്മയുടെ അലക്കലും കുളിക്കലൊക്കെ കഴിയുന്നവരെ ഞാനും മോളും പാറയിൽ ഇങ്ങനെ കുറച്ച് നേരം കയറിയിരുന്നു. നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല കാറ്റായിരുന്നു, നിറയെ മീനുകളായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കാല് വെള്ളത്തിലിട്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായിട്ട് കാണാം.